ഞങ്ങളുടെ കാവൽ നായയെ പോലെ കിടന്ന മെറ്റ ഞങ്ങൾ പറയുന്ന വിദ്വേഷവും വെറുപ്പും വഷളത്തരവും മാത്രം പ്രസരിപ്പിക്കാൻ പണിയെടുത്തുകൊണ്ടിരുന്ന മെറ്റ ഞങ്ങൾ വിചാരിച്ചിരുന്ന മെറ്റ എന്ന് വെച്ചാൽ വാട്സാപ്പാണ് എന്നായിരുന്നു. വാട്സാപ്പിൽ ഞങ്ങളായിരുന്നു ആധിപത്യം. ഈ സമരത്തിലും വാട്സാപ്പിൽ സംഘിനായിരുന്നു ആധിപത്യം. ഈ സമരം ചൈനീസ് ഗൂഢാലോചനയാണ്, പാകിസ്ഥാൻ ഗൂഢാലോചനയാണ്, അർബൻ മാവോയിസ്റ്റ് ഗൂഢാലോചനയാണ്. ഈ സമരത്തിൽ കുട്ടികൾ വന്നിരിക്കുന്ന മൊത്തം വഷളത്തരങ്ങൾക്കാണ്. വാട്സാപ്പിൽ അതായിരുന്നു. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ വേറെ സംഗതിയാണ് വന്നുകൊണ്ടിരുന്നത്. ആ ഇൻസ്റ്റഗ്രാം കൺസ്യൂം ചെയ്യുന്ന തലമുറയാണ് ഈ സമരം വിജയിപ്പിച്ചത്. അതുകൊണ്ടാണ് മോദി പെട്ടെന്ന് വന്നിട്ട് ഇൻസ്റ്റഗ്രാം എന്നൊരു സാധനമുണ്ട്, അവിടെ പോയി ആക്റ്റീവ് ആവണം കേട്ടോ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മോദി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുള്ള പ്രത്യേക ആംഗിളുകളിലുള്ള സാധനം എടുത്ത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ഇട്ട് ഫ്രണ്ട്സ് എന്ന ആൾക്കാരെ വിളിക്കുന്നത്. കാരണം പരിപാടി വാട്സാപ്പിൻ്റെ പരിപാടി കഴിഞ്ഞുവെന്നും പിള്ളേർ ഇൻസ്റ്റഗ്രാമിലാണെന്നും മനസ്സിലായത് ഇപ്പോഴാണ്. ആ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ അത് മെറ്റയാണ്. അവർ നമ്മളെ സഹായിച്ചില്ല. വാട്സാപ്പിൽ സഹായിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലും സകലമാന വൃത്തികേടിനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിൽ സഹായിച്ചില്ല. ഇൻസ്റ്റഗ്രാമിൽ പിള്ളേരുടെ റെസിസ്റ്റൻസും ഉണ്ട്. ഇതെല്ലാം കൊടുക്കും അവിടെ വഷളത്തരം കൊണ്ടാൻ പറ്റില്ല. അവിടെ പ്രധാനമന്ത്രി വന്നിട്ട് പ്രധാനമന്ത്രി അവരെങ്ങനെയാണ് പരിഹസിച്ച് വിമർശിച്ച് പ്രതിരോധിച്ചത് നമ്മൾ കണ്ടാണ്. പ്രധാനമന്ത്രിക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ ഉറപ്പായിട്ടും BJPക്ക് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇടുന്ന വീഡിയോകൾക്ക് 105 മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരാളൊരു ഒരു ഫോട്ടോയോ ഒരു വീഡിയോ ഇട്ടാൽ സ്വാഭാവികമായിട്ട് അതിനൊരു മിനിമം ട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. അതവിടെ കാണുന്നുണ്ട്. അതിനപ്പുറം പ്രധാനമന്ത്രി സർവാത്മന സ്വീകരിക്കപ്പെട്ടോ ഇല്ല. അപ്പോൾ ഈ സമരം വിജയിപ്പിച്ചത് മെറ്റയാണ്. മെറ്റയും മെറ്റയിൽ വന്ന് കുറേ പിള്ളേരും. ആ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഈ വീഡിയോ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക? വീഡിയോ പോകുന്നതിൻ്റെ കാരണം എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ട് എമ്പാടും പിള്ളേർ അതിൻ്റെ റെസ്പോൺസ് വീഡിയോ ഓടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കളിയാക്കുന്ന വീഡിയോകളൊക്കെ റിമൂവ് ചെയ്യണമെന്ന് മെറ്റയ്ക്ക് ഡൽഹി പോലീസ് വഴി നിർദ്ദേശം കൊടുക്കുന്നു. മെറ്റ ഇത് എവിടെ കൊണ്ട് എത്ര എണ്ണം അവർ കളയും? എത്ര എണ്ണം കളയാൻ പറ്റും? കാരണം പരശതം സംഗതികൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് വീഡിയോകളാണ് മോദിയെ ട്രോളിക്കൊണ്ട് വരുന്നത്. പിള്ളേർ രസകരമായിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പ്രോംപ്റ്റ് വെച്ച് കൊടുക്കുന്ന കാണുന്നുണ്ട്. ഇങ്ങനെ പുസ്തകം മറിച്ച് അത് നോക്കി പുള്ളി വായിക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം മിണ്ടാൻ വരുന്ന ഒരു പുരുഷനെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ മീമുകൾ, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളുണ്ട്. തള്ളിക്കളയാണ്. മെറ്റ അവസാനം എന്ത് ചെയ്ത് കാണും? ഈ റേഞ്ചിൽ കാണുന്ന പ്രധാനമന്ത്രിയുടെ താടിയൊക്കെ ഉള്ള വീഡിയോ കളഞ്ഞേക്കാൻ ഉള്ള കമാൻഡ് കൊടുത്ത് കാണും. അതിൽ ഒറിജിനലിലും പോയി കാണും. അത് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. അതായിരിക്കും. അല്ലാതെ പ്രധാനമന്ത്രിയുടെ വീഡിയോ കളയാൻ മെറ്റയിൽ ഏതൊരു ഉദ്യോഗസ്ഥൻ തയ്യാറാവും? അത് തന്നെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും താല്പര്യമുള്ള ആളുകളെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് മെറ്റ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രിയുടെ ഈ പടം വെച്ചിട്ടുള്ള ഈ റേഞ്ചിലുള്ള പുതിയ വന്നിട്ടുള്ള വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും കളയാൻ നിർദ്ദേശിച്ചപ്പോൾ ഒറിജിനലും പോയി കാണും. ഒറിജിനൽ പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് റീഇൻജക്റ്റ് ചെയ്തതാണ്. അത് സംഭവിച്ചിട്ടുണ്ടാവുക. ഈ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. കലി അടങ്ങിയിട്ടില്ല. അത് മെറ്റയോട് പറയാണ്. മെറ്റയെ പരമാവധി ഹീറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇനി ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇനി ഈ സർക്കാരിനെതിരെ സമരം ഉണ്ടായാൽ ആ സമരത്തിനെതിരായിട്ട് സമരത്തിൻ്റെ ഭാഗമായി വരുന്ന പ്ലക്കാർഡും മുദ്രാവാക്യവും അവിടെ കൂടുന്ന റീലും പ്രചരിപ്പിക്കാൻ നിൽക്കേണ്ട. എനിക്ക് തോന്നുന്നത് അത് ഇമ്പാക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ E20 ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിരുന്നു. അതിൻ്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. ഇപ്പോൾ അതൊരു 500K വന്ന് നിൽക്കുകയാണ്. അത് എൻ്റെ നോട്ടത്തിൽ അതിൻ്റെ ട്രാക്ക് നോക്കിയിട്ട് അത് 1 മില്യൺ കിടക്കേണ്ട സമയം കഴിഞ്ഞു, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ. ഇപ്പോൾ അതിൻ്റെ ഉയർച്ച അവിടെ നിൽക്കുകയാണ്. അതേസമയം ഇത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഇന്നലെയൊക്കെയാണ് തന്നെ കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലൊരു മോദിയുടെ വീട്ടിലേക്കൊരു മാർച്ച് അവർ സംഘടിപ്പിച്ചു. സോ അത് വളരെ ലൈവായി നിൽക്കുന്ന ഒരു ആക്റ്റീവ് സബ്ജക്റ്റായിട്ട് കൂടി ഈ ഇൻസ്റ്റാഗ്രാം കയറുന്നില്ല. നമ്മുടെ മുമ്പിൽ എത്ര ഇപ്പോൾ ഇത് E20 വിഷയം വരുന്നുണ്ട്. E20 ട്രാക്ഷനും അവർ കുറച്ചു, വിസിബിലിറ്റിയും കുറച്ചു. അത് ഈ പേടിപ്പിക്കലാണ്. അത് പരമാവധി ഫോഴ്സ് ചെയ്യാണ്. ഈ സർക്കാരിൻ്റെയും BJPയുടെയും താല്പര്യത്തിനപ്പുറം പോയിട്ട് ഒരു പ്ലാറ്റ്ഫോമും പ്രവർത്തിക്കേണ്ട എന്ന സന്ദേശം കൊടുക്കുകയാണ്. മെറ്റ അത് തൊണ്ട തൊടാതെ വീഴുന്നു. കാരണം 140 കോടി മനുഷ്യരുള്ള ഈ നാട്ടിൽ അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ടിക്ടോക്ക് എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഏറ്റവും വലിയ വീഡിയോ പ്ലാറ്റ്ഫോമുകളൊന്നായിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഈ സർക്കാർ നിരോധിച്ചതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഇൻസ്റ്റാഗ്രാം റീലാണ്, ഇൻസ്റ്റഗ്രാമാണ്. ആ ഇൻസ്റ്റഗ്രാമിന് തിരിച്ച് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഡിജിറ്റൽ ഫ്രീഡം, ആശയ സംവാദ സ്വാതന്ത്ര്യം, ധാർമ്മികത പോലെയുള്ള മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഡിസ്കോഴ്സ് സാധ്യമായിട്ടുള്ള ഗവൺമെൻറ്റല്ല ഇന്ത്യയിലിരിക്കുന്നത്. നിങ്ങൾ വർത്താനം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് കളയാൻ ഒരു മടിയില്ലാത്ത മോദിയാണ്. സോ അവർക്കും അതറിയാം. ഇവിടെ അങ്ങനെ ഒരു ഹെൽത്തി ബിസിനസ് ഡീലൊന്നും സാധ്യമല്ല. ഇവർ പറയുന്നത് ചെയ്തു കൊടുത്താൽ നമ്മുടെ കാര്യം നടക്കും എന്നതുകൊണ്ട് ഇനി വരാൻ പോകുന്ന മൂവ്മെൻറ്റുകൾക്കകത്ത് കുട്ടികൾ കാണേണ്ട ഒരു കാര്യം മെറ്റയെ വിശ്വഗുരു അദ്ദേഹത്തിൻ്റെ കക്ഷത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതുകൂടിയാണ്.